ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു നെയിൽ ആർട്ട് വീഡിയോ ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെയിൽ ആർട്ടാണ്. അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു അര ഗ്ലാസ് വെള്ളവും ന്യൂസ് പേപ്പറും മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു നെയിലിൻ്റെ അളവിൽ വരുന്നതിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ടുള്ള അളവ് വേണമെന്നില്ല, ഏകദേശം ഒരു. അപ്പോൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതലും എഴുത്തുള്ള തരം ഭാഗം എടുക്കണം, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ക്ലിയർ കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് നമ്പർ 12 ആണ്. ലാക്മേ ട്രൂ വെയർ നെയിൽ കളർ 12 ആണ്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്, കാരണം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നെയിൽ പോളിഷുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ വൈറ്റ് ബേസാണ് ഇവിടെ കൊടുക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ വരുമ്പോൾ വെള്ളയിലുള്ളൊരു പ്രിൻ്റ് അല്ലേ, അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറിൽ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പോർസിലിൻ പാർട്ടി 102 മേബെല്ലൈൻ്റെ ഷെയ്ഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് തന്നെ കൊടുക്കണം എന്നില്ല, ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ന്യൂസ് പേപ്പറിൻ്റെ എഫക്റ്റ് കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ വൈറ്റ് അടിക്കുമ്പോഴാണ്. ഞാനിവിടെ 2 കോട്ട് വൈറ്റ് പോളിഷ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫിനിഷിങ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. ഈ നെയിൽ ആർട്ട് ഒരുപാട് സമയം എടുക്കുന്നതൊന്നുമല്ല, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ല അടിപൊളിയാണ്, ആര് കണ്ടാലും നോക്കിപ്പോവും. എന്നാൽ ഒരുപാട് ലുക്ക് അറ്റ് മീ ഒന്നുമില്ല. കോളേജ് ഗോയിങ്ങിലോ ഓഫീസിലോ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു തരം നെയിൽ ആർട്ടാണിത്. നൈറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ന്യൂസ് പേപ്പർ വയ്ക്കാം. ന്യൂസ് പേപ്പർ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പാടില്ല കേട്ടോ, പെട്ടെന്ന് കുതിർന്ന് കീറിപ്പോവും. പിന്നെ ഇത് ടാപ്പ് വാട്ടറാണ്, ഇതിന് ചൂടോ തണുപ്പോ ഒന്നുമില്ല, സാധാരണ വെള്ളമാണ്. ഈ 3-4 സെക്കൻഡ് വെള്ളത്തിൽ മുക്കി വെച്ച ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ നഖത്തിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ വെച്ച പൊസിഷനിൽ തന്നെ വെച്ചിട്ട് വേണം അമർത്തി കൊടുക്കാൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്, അപ്പോൾ അത് മൊത്തത്തിൽ നാശമായി പോവും, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല. പിന്നെ ഏത് ഭാഗത്തെ പ്രിൻ്റാണ് നമ്മൾക്ക് വേണ്ടത് ആ ഒരു സൈഡാണ് നമ്മുടെ നെയിലിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോഴാണ് ആ ഒരു പ്രിൻ്റ് കൃത്യമായിട്ട് നഖത്തിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മലയാളത്തിലൊക്കെയുള്ള റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്കായിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ മലയാളം പേപ്പർ കിട്ടാനൊരു വഴിയില്ല, അപ്പോൾ ഞാനതാണ് ഇംഗ്ലീഷ് വെച്ചിട്ടുള്ളത്. ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ മലയാളം പേപ്പർ തന്നെയാണ് വെക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത ഷീറ്റും വെള്ളത്തിൽ മുക്കി നെയിലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഏത് ഭാഗത്തെ പ്രിൻ്റാണ് വേണ്ടത് ആ സൈഡ് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. 3-4 സെക്കൻഡിൽ കൂടുതൽ മുക്കി വെക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ആദ്യത്തെ വിരൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. പതുക്കെ തുറക്കണം, ചിലപ്പോൾ ആ പേപ്പർ അവിടെ ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ തുറന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പേപ്പർ ഒട്ടും ഒട്ടിയിട്ടില്ല, പേപ്പർ ഫുള്ള് പോന്നു. പ്രിൻ്റ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയിൽ പോളിഷൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി അടുത്തത് കൂടി തുറന്നു നോക്കാം. ഇതും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള വിരലിൽ കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കാം.
നമ്മൾ അവസാനത്തെ വിരലിലും ഈ ന്യൂസ് പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 20 സെക്കൻഡ് വെച്ചിട്ട് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ പ്രിൻ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഈ ന്യൂസ് പേപ്പർ ഒട്ടും അവിടെ പറ്റി പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ കോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പോവില്ല. നിങ്ങൾ അവസാനം എന്തായാലും ക്ലിയർ കോട്ട് ഇടണം, എന്നാൽ മാത്രമേ ഈ പ്രിൻ്റ് ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ പോവും. അപ്പോൾ ഈ ക്ലിയർ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുണി ഇളക്കലോ പാത്രം കഴുകലോ എന്ത് ജോലി ചെയ്താലും ഇത് പോവില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ എന്നോട് പറയാൻ വേണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നെ കേട്ടോ. പിന്നെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.